നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 26-ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലഡ്ജിൽ 5 ലക്ഷത്തോളം സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കാളികളാകും. കുടുംബശ്രീ പ്രവർത്തകർക്കൊപ്പം കുടുംബാംഗങ്ങളും ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കും. നാടിനായി നാളേക്കായി ഒന്നിക്കാമെന്ന സന്ദേശവുമായി ലഹരിക്കെതിരെ 20 ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ 2 മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാന്റെയും സംസ്ഥാന തലത്തിലെ വിവിധ ലഹരി വിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി നടക്കുക. സിവിൽ സ്റ്റേഷൻ, ജില്ലാ പഞ്ചായത്ത് ഓഫീസ്, മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷനുകൾ, കോളേജുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സാമൂഹിക നീതി വകുപ്പിനു കീഴിലെ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പ്രതിജ്ഞ സംഘടിപ്പിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ADM പി സുരേഷ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV റീന, VP ജമീല, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ A ഉമേഷ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ PC കവിത, വിവിധ സർക്കാർ വകുപ്പ് പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സാമൂഹിക നീതി വകുപ്പ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് വലിയ ശ്രദ്ധ നേടി. വയോജനങ്ങൾക്കെതിരായ ചൂഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. യുണൈറ്റഡ് നേഷൻസ് ജൂൺ 15-ന് ആചരിക്കുന്ന ഈ ദിനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കാനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടാനുമായിരുന്നു ഇത്തരത്തിലൊരു ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. വയോജനങ്ങൾക്കെതിരായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ചൂഷണങ്ങൾ തടയുന്നതിനും അതിജീവിക്കുന്നവർക്ക് സഹായവും പിന്തുണയും ലഭ്യമാക്കുന്നതിനുമുള്ള സമൂഹത്തിന്റെ പങ്ക് ഊന്നി പറയുകയായിരുന്നു പരിപാടിയുടെ പ്രധാന സന്ദേശം. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ, ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി നിർത്തിവെച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടു. വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും പൂർണ്ണമായി നിരോധിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ, ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി 7 മുതൽ രാവിലെ 7 വരെ അടിയന്തര യാത്രകളല്ലാത്തവ ഒഴിവാക്കണമെന്നും ഉത്തരവുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ആയതിനാൽ ഇന്ന് വൈകുന്നേരം 3:30-ന് റെഡ് അലേർട്ടുള്ള ജില്ലകളിലും വൈകുന്നേരം 4-ന് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിലും മുന്നറിയിപ്പിന്റെ ഭാഗമായി ജില്ലയിലെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കും. കൊയിലാണ്ടി നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് വിത്ത് വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഷിജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ P ഷംസിദ ക്ലാസ് എടുത്തു. നോർത്ത് CDS ചെയർപേഴ്സൺ MP ഇന്ദുലേഖ സ്വാഗതവും സൗത്ത് CDS ചെയർപേഴ്സൺ KK വിപിന നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് വിഭജന കരട് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി സമർപ്പിച്ചവരുടെ ഹിയറിംഗ് ജൂൺ 24-ന് രാവിലെ 9 മുതൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കോഴിക്കോട് ജില്ലയിൽ 119, മലപ്പുറത്ത് 74, വയനാട് 31, കണ്ണൂർ 77, കാസർഗോഡ് 60 എന്നിങ്ങനെയാണ് പരാതികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളെ 3 മേഖലകളായി തിരിച്ചാണ് ഹിയറിംഗ് നടത്തുന്നത്. 131 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നായി ആകെ 782 പരാതികളാണ് ലഭിച്ചത്. 21 ബ്ലോക്കുകളിൽ നിന്ന് പരാതികളില്ല.
വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2025-ന് 5-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ലിങ്ക് മുഖേന ജൂലൈ 31 വരെ അപേക്ഷിക്കാം. വായനാ വാരത്തിന്റെ ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്ക് ഉപന്യാസ രചനാ മത്സരം നടത്തും. ജൂൺ 22-ന് 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ സമ്പർക്ക പഠന കേന്ദ്രങ്ങളിൽ നടത്തുന്ന മത്സരത്തിൽ 1-2 സ്ഥാനം നേടുന്നവർക്ക് ജില്ലാ സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് നൽകും. താൽപ്പര്യമുള്ള തുല്യതാ പഠിതാക്കൾ സമ്പർക്ക പഠന കേന്ദ്രം കോർഡിനേറ്ററുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ PV ശാസ്ത പ്രസാദ് അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലെ പ്യൂൺ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് നടത്തിയ ആദ്യ നിയമന ശുപാർശയിൽ തന്നെ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും നിയമിച്ചതിനാൽ റാങ്ക് പട്ടിക കാലഹരണപ്പെട്ടതായി PSC മേഖലാ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ റാങ്ക് പട്ടികയുടെ കാലാവധി പൂർത്തിയായതിനാൽ റദ്ദായതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.